ഇല്ലാത്ത പൈസ കൊടുത്ത് അരിയും മേടിക്കണം, എന്നിട്ട് അതിൽ നിന്ന് കല്ലും പെറുക്കി കളയണം. ഞാനിതൊക്കെ അല്ലെങ്കിൽ ആരോട് പറയാം, ആര് കേൾക്കാൻ? ഹലോ. ആ, എൻ്റെ വിളി ഇത്ര പെട്ടെന്ന് കേട്ടാ? മേളിന്നല്ല, താഴേന്ന് ഞാനാ വിളിച്ചത്. ഞാൻ കരുതി ദൈവം വിളിച്ചതാന്ന് മോളെ. അങ്ങനെ വിചാരിക്കും. ദൈവത്തിന് ഇവിടെ ഉള്ളവരുടെ അരിയുടെ പ്രശ്നം മാറ്റാൻ സമയമില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ അരിയിലെ കല്ല്. നീ ഭയങ്കര ഫിലോസഫി ആണല്ലോ. ഫിലോസഫി അല്ലേ? അതെന്തോ ചെയ്യാനാ, ജീവിത സാഹചര്യം കൊണ്ട് ഫിലോസഫി അല്ല സൈക്കോളജി വരെ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ സൈക്കോ തന്നെയാണ്. അത് മക്കള് സൈക്കോ ആണെങ്കിൽ അമ്മമാര് സൈക്കോ ആണ്, അപ്പോഴേ മക്കള് സൈക്കോ ആവത്തുള്ളൂ. ഞാൻ സൈക്കോ ഒന്നുമല്ല. എന്നാ ഞാനും സൈക്കോ അല്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അമ്മ, നമ്മുടെ ഈ സ്വത്തുക്കളൊക്കെ ഇല്ലേ, അതിന് ഈ സ്വത്തൊന്നും നമ്മളതല്ലല്ലോ. നമ്മുടെ അല്ല, അച്ഛമ്മയുടെ സ്വത്തുക്കള്. അതിങ്ങി സരിത അപ്പച്ചിക്ക് അവകാശം വല്ലതും ഉണ്ടോ? അവളെ അതും പറഞ്ഞിങ്ങ് വന്ന അവളെ നാവ് ഞാൻ പിഴുതെടുക്കും. നാവ് പിഴുതെടുക്കാൻ അങ്ങോട്ട് പോ. അപ്പച്ചിയുടെ അച്ഛമ്മയുടെ മോളെ അപ്പച്ചി, അത് മറക്കണ്ട. അത് ഞാനല്ലേ അച്ഛമ്മേനെ നോക്കുന്നത്, അവളാണോ നോക്കുന്നത്? അമ്മയുടെ ഈ മുടന്ന് ന്യായങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പച്ചി സ്വത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛമ്മ എഴുതി കൊടുത്തേ പറ്റത്തുള്ളൂ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല മോളെ. അമ്മയുടെ ആര് ചോദിക്കുന്ന അമ്മയടുത്ത്? അല്ല, നീ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ ടെൻഷൻ ആക്കിക്കാൻ വന്നതാ? അയ്യോ അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. പറ. പ്രകാശൻ എവിടെ? പ്രകാശൻ അതാരാ? അമ്മയുടെ ഭർത്താവ്, എന്റെ അച്ഛൻ. അതവിടെ എങ്ങാനും ഉണ്ടാവും. അച്ഛനെ ഒരു 350 രൂപ മറ്റേ മോഹിനി ആന്റി തന്നയച്ചായിരുന്നു, അതൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അത് വേണ്ട വേണ്ട, ഞാൻ അച്ഛൻ കൊടുക്കാം. 380? 350. അത് ഞാൻ കൊടുക്കാൻ? ഞാൻ കൊടുത്തോളാം. ഞാൻ അച്ഛൻ്റെ സേഫ് ആയിട്ട് എത്തിക്കാനുള്ളതാ. അല്ല, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് ഞാൻ കൊടുത്തോളാം. ഞാൻ പോയി കൊടുക്കും. അല്ല, നീ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും. എന്തിനാ ഇത് ശരിയാക്കി വെക്കാം കേട്ടോ. എന്തിനാന്ന് മനസ്സിലായില്ലല്ലോ എനിക്ക്. ആ അരിയിലെ കല്ല് കറക്റ്റ് പാറ്റി എടുത്ത് വെച്ചോ. ഞാനൊരു വാക്ക് പറഞ്ഞാ വാക്കാ, ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ ശരിയാക്കി തരും. നിങ്ങൾ എന്നെ ശരിയാക്കി കൊടുക്കും അവക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ പറ്റൂ. മോഹിനി ആയിരിക്കും അല്ലേ ഫോണില്? വേണുകുട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാടാ. എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? എന്ത് പണി? ആ മോഹിനി നിങ്ങളുടെ ആരാ? ഏത് മോഹിനി? അയ്യോ, നിങ്ങൾക്ക് അറിയത്തില്ല? എന്റെ കൊച്ചച്ഛന്റെ മകള് മോഹിനി. നിന്റെ കൊച്ചച്ഛന്റെ മകള് രോഹിണി അല്ലേ? മോഹിനി അല്ലല്ലോ. നിങ്ങൾ എന്നെ കളിയാക്കുവാ? നീ അല്ലേ പറഞ്ഞ കൊച്ചച്ഛന്റെ മകളുടെ പേര് രോഹിണി എന്നല്ലേന്ന്? ഞാൻ നമ്മുടെ അയൽവക്കക്കാരി മോഹിനിയെ കുറിച്ചാ പറഞ്ഞത്. ഒന്നും മനസ്സമാധാനം തരുന്നുണ്ടോ? എന്നെ ഒന്നും ധ്യാനിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ സമ്മതിക്കാവോ? അങ്ങനെ എന്റെ മനസ്സമാധാനം കളിച്ചിട്ട് ഇവിടെ ആരും ധ്യാനിക്കണ്ട. നിന്റെ മനസ്സമാധാനം ഞാനെങ്ങനെ കളഞ്ഞത്? നിങ്ങളെ മകനെ എന്റെ മനസ്സമാധാനം കളഞ്ഞത്. നീയാ അവന്റെ മനസ്സമാധാനം കളഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാ? എന്നാ ചോദിക്കാമേ, ആ മോഹിനി ആരാന്ന് ചോദിക്ക്. അവളുമായിട്ട് എന്താ ഇടപാടുന്നു? എടാ, മോഹിനിയായിട്ട് എന്താ ഇടപാട്? എന്തിടപാട്? എനിക്കൊരു ഇടപാടുമില്ല. അപ്പൊ ഈ 350 രൂപ അവൾ എന്തിനാ നിങ്ങൾക്ക് തരണം എന്നോർത്ത് തന്നത്? ഓ, ഈ 350 രൂപയാണ് പ്രശ്നം. ചോദിക്കമ്മേ, എന്താ പ്രശ്നം ഈ 350 രൂപയായിട്ട്? മോഹിനി അമ്മയുടെ ആരാ? എന്റെ ആരുമല്ല. അല്ലല്ലോ. എന്നാ എന്റെ അയലോക്കക്കാരിയാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ അയൽവക്കക്കാരിയല്ലേ? എന്നിട്ട് അവൾ എനിക്ക് തന്നിട്ടില്ലല്ലോ 350 രൂപ. നീ അവളുടെ മൊബൈൽ നന്നായി കൊടുത്ത? അപ്പൊ നീയാണോ അവളുടെ മൊബൈൽ നന്നാക്കി കൊടുത്തത്? അതെ. അവളെ മൊബൈൽ നന്നാക്കി കൊടുക്കാൻ ഇങ്ങനെ ആരാന്ന് ചോദിക്കമ്മേ. അവള് പറഞ്ഞ പോലെ ആരാ അവള് നിന്റെ? അവളെന്റെ അയലോക്കാരിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്റെ മൊബൈൽ കേട് വന്ന് ഞാൻ ആരും നന്നാക്കി തരാനില്ല. നിന്റെ മൊബൈൽ കൊണ്ട് വെള്ളത്തിലിട്ട് കേടാക്കടി, ഞാൻ നന്നാക്കി തരാം. ഈ 350 രൂപ നിങ്ങൾക്ക് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. എന്റെ പൈസ അതാ നീ തരാൻ പറ. നീ ആ പൈസ കൊണ്ട് കൊടുത്തേ. അമ്മ ഇത് എന്തറിഞ്ഞിട്ട് അമ്മ പറയുന്നത്? ഞാൻ ഇപ്പൊ ഈ പൈസ കൊടുത്താ ഇത് കൊണ്ടുപോയി മോഹിനിക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും, അയ്യോ മോഹിനി, നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ, എനിക്ക് ഈ പൈസ വേണ്ട എന്ന് പറയും. ഇത് എന്റെ മക്കൾ കഴിക്കേണ്ട പൈസയല്ലേ? നിന്റെ മക്കളെ ഇപ്പൊ നോട്ട് കിട്ടാണ് കഴിക്കുന്നത്. നീ മിണ്ടരുത്. നീ ആ പൈസ അവന് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. ഇത് കടയിൽ പാല് മേടിച്ച പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ 350 രൂപ പോയി.
നിനക്ക് ആ 350 രൂപ മോഹനിക്ക് കൊണ്ട് കൊടുക്കാനല്ലേ? മോഹിനി ആരാ എന്റെ കാമുകി? ഒരൊറ്റ വീക്കോച്ചെന്നുണ്ടല്ലോ കാമുകി അവന്റെ. അമ്മ അവക്ക് വട്ടാണ്, അവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നിനക്കും മട്ടാടാ. അമ്മയ്ക്കും വട്ട. ആ നിന്നെ എന്ന് ഞാൻ പ്രസവിച്ചോ അന്ന് തുടങ്ങി എനിക്കൊരു അരവട്ട് കൂടി. ആ വട്ട എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ വന്നതും പോയതും നിന്നതും എല്ലാം കണക്ക്, എല്ലാത്തിനും മുഴുവട്ട. നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്കും വട്ടായി. നിന്റെ കൂടെ കൂടിയിട്ടാടി എനിക്ക് കെട്ടായി. അപ്പൊ മൂണാണോ ഓണുമോളെ? ഇപ്പൊ മോഹിനിക്ക് കൊടുക്കാത്തതാ ഇപ്പം പ്രശ്നമായത്. പൈസ കടയിലും പാല് ചായ ഇങ്ങനെ കുടിക്കുന്നില്ലേ, അതിന് കട മേടിച്ച് കുടിക്കുന്നേ, അത് തിരിച്ചു കൊടുക്കണം. നോക്കിയോ, ഞാൻ മോഹിനിക്ക് ഇനി എല്ലാം മേടിച്ചു കൊടുക്കും. നീ കൊടുക്കോ? എന്താ പറഞ്ഞ? ഒന്നും കൂടി പറഞ്ഞ. ഞാനൊന്നും പറഞ്ഞില്ല. മേടിച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ പറഞ്ഞാ എനിക്ക് ചൊറിയാതിരിക്കൂ? നാവിൽ ഞാൻ ശൂലം കുത്തു. ഇനി അങ്ങനെ അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലാ. അതെന്ത് വർത്താനോട് ഞാൻ പറഞ്ഞ നാവിൽ അവന്റെ ശൂലം കുത്തോ? അത് എനിക്കല്ലേ മേടിച്ചു തരേണ്ടത്. ഞാൻ അങ്ങനെയാ ഉദ്ദേശിച്ചത്. കണ്ണുടച്ച് മരുമോളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തോ? വെള്ള വായിൽ വരുന്ന ഇപ്പൊ കേട്ടില്ല. ഞാൻ കേട്ടു മോനെ. എങ്ങനെ ഇവളുടെ കൂടെ ഞാൻ ജീവിക്കും? ഞാനെന്താ നല്ല രീതിയിലല്ലേ നിൽക്കുന്നത്? ശൂലം കുത്തോളൂ, ഒരു കുത്തേ കുത്തോളൂ, രണ്ടാമത്തെ കുത്ത് തിരിച്ചു. ഞാനൊരു ദേഷ്യത്തിന് പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ദേഷ്യത്തിനായി ഇവിടെ ഓരോന്നും ചെയ്യുന്നത്. കുറെ കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ എന്റെ കഴുത്ത് വെട്ടി മാറ്റി വെക്കും. എന്നിട്ട് അമ്മ ഒന്ന് ചോദിക്കും, എന്റെ മോനെ കൊന്നില്ലേ എന്ന് ചോദിക്കാൻ പറയും, അയ്യാ ദേഷ്യത്തിന് കഴുത്ത് വെട്ടിയതാണ്. എനിക്ക് നിങ്ങൾ അവളെ നോക്കുന്നതും അവൾക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇഷ്ടമല്ല. അതെനിക്കും ഇഷ്ടമല്ല. എന്നെ മാത്രം നോക്കണം. അവളെ മാത്രം പറയാം, എന്നെ കൂടെ നോക്കണം. നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ആരെ നോക്കണമെന്ന് പറ. പിന്നെ അവള് പറഞ്ഞ വീട്ടിൽ അവളെ മാത്രം നോക്കണം. തീർപ്പാക്കുന്നേ, എന്നെയല്ലേ കുറ്റം പറയുന്നത് എപ്പോഴും. ഇനി നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസിലെത്ത്. എന്താടാ എന്നെ എടുക്ക? നിന്നെ എടുക്കാൻ പറ്റില്ല. നീ ഇപ്പൊ വലിയ ചെക്കനായി. ഞാൻ വലിയ ചെക്കൊന്നുമല്ല, എന്നെ എടുക്കണം. നിന്നെ എടുക്കാൻ പറ്റില്ല. നീ വലിയ ചെക്കനായി, ഇനി എടുക്കാൻ പറ്റൂല. എടാ എനിക്ക് എടുക്കാൻ പറ്റില്ല. ദേ നിന്റെ ചേട്ടൻ പോണു, തോട്ടിക്കോല് പോലെയുള്ള ചേട്ടൻ പോണു, അവനോട് പറ. എന്നെ എടുക്ക? എന്തിന്? എന്നെ എടുക്കണം. എന്തിന്? എന്നെ എടുക്കണം. എന്നതിനാ പൊണ്ണി മാറുന്നേ കൊടുപ്പോ. എനിക്ക് എടുക്കണം. എടുക്കും. നിന്നെ പിടിച്ച കടി കേട്ടാ മാറിക്കടാ. എന്നെ കടിച്ചാൽ ഞാൻ തിരിച്ചും കടിക്കും. നീ കടിക്കുക? കടിക്കും. കടിക്കും. ഇവിടെ കടിക്കണോ? എന്നെ ആദ്യം ചേട്ടൻ തിരിച്ചടിക്കേ. എന്തുട്ട പിള്ളേരെ മതി. എന്തിട്ടാ നീ ഈ ചെക്കന്റെ കൂടെ വഴക്കടിച്ചോണ്ടിരിക്കണേ? ഇവനോട് ചുമ്മാ എന്നോട് ചുമ്മാ വന്ന് അടി ഉണ്ടാക്കാന്ന് പറ ചേച്ചി. അടിയുണ്ടാക്കല്ലേടാ. ഞാൻ ഇന്നും അടി ഉണ്ടാക്കും, നോക്കിക്കോ. നിനക്ക് നാണമില്ലടാ പുണ്ണി? എനിക്കൊരു നാണമില്ല, കുന്തവും ഇല്ല. ഇവനെ ഇപ്പൊ എന്തോ ചെയ്യണം ചേച്ചി? എനിക്കറിയാൻ വളവിനെന്ത് ചെയ്യണമെന്ന്. മറ്റേ ജംഗ്ഷനിൽ നിന്ന് ആൽമരം ഇല്ലേ, അത് മറിഞ്ഞു. അവരെ ഇങ്ങോട്ട് കൊണ്ട് ഇവരോട് അങ്ങ് അറക്കാൻ പറഞ്ഞാലേ. ഓ അറക്കാൻ ഇങ്ങോട്ടേക്ക് വന്നാ മതി സാറ്, ഞാൻ ചേട്ടനോട് അറക്കും. മതി. എടാ നീ അല്ലേ കഴിഞ്ഞ ദിവസം ആൽമരം വീഴുന്ന് പറഞ്ഞത്? കഴിഞ്ഞ ദിവസമല്ല, ഇന്നലെ. വിത്തിൻ 24 hours അത് വീണില്ലേ, അതാണ് ഈ സഞ്ജു. നിന്റെ നാക്കുന്നിട്ട് എന്തിന്? നീട്ടറാ. നല്ല അസല് കരിനാവാണ്. നീ അന്ന് എന്റെ കാനഡ പോണത് മുടങ്ങുന്നവർ മുടങ്ങി, മരം വീഴുന്നു പറയണത് പറഞ്ഞു, അത് നടന്നു. ഞാൻ എന്റെ മലയാള എക്സാമിന് പൊട്ടും പറഞ്ഞു, മുട്ട കിട്ടി എനിക്ക്. അത് നീ പഠിക്കാതെ പോയിട്ട് നിനക്ക് യായിഷായ വല്ല തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടോടാ മന്ന ബുദ്ധി. എടാ ദൈവത്തെ ഓർത്ത് ഇനി എന്നെ പറ്റി ആ കരിനാക്ക് കുറച്ചൊന്നും പറയല്ലേട്ടാ. ദൈവത്തെ ഓർത്ത് എന്നെയോ? നിനക്കെല്ലാം മുഴുത്ത പ്രാന്താ. നീ പോടാ കരിനാക്ക. നീ പൊടി മൂക്കണി. നീ പോടാ മണ്ണുണ്ണി. അപ്പൊ നീ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് നോക്കി സംസാരിക്കണം. സൂക്ഷിച്ച് നോക്കി സംസാരിക്കണം ഇനി. എന്റെ പൊന്നാര ചേച്ചി, നീ അതും പോയി. ഇത് കൊള്ളാലോ, 2 പെട്ടി ഓർഡർ ചെയ്യണം. അച്ഛമ്മ, എന്താടി ഇതെന്തോന്ന് അച്ഛമ്മയുടെ മുഖത്തൊക്കെ? എന്റെ മുഖത്തൊന്നുമില്ല. ഭയങ്കര ഗ്ലോ ഉണ്ടല്ലോ. അതെ, എന്റെ മുഖമേ ഓയിലി സ്കിന്നാ, അതുകൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. വെള്ള പൂശതുപോലെ ഉണ്ടല്ലോ. വെള്ള പൂശൊന്നുമല്ല, എന്റെ മുഖം ഇങ്ങനെയാ. ഓ കൊള്ളാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അച്ഛമ്മ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. എന്ത് കാര്യം? ഈ സരിതപ്പച്ചി ഇല്ലേ, സരിതപ്പച്ചിക്ക് അച്ഛമ്മ ഇനി സ്വത്തൊക്കെ കൊടുക്കൂ? കൊടുത്താ എന്താ? അത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും. അല്ല, ഞാൻ സ്വയമേ വന്ന് ചോദിച്ചതാ, എനിക്ക് തോന്നിയിട്ടൊന്ന് ചോദിച്ചതാ. നീ ഇനി ഉരുണ്ട് കളിക്കാനൊന്നും പോകണ്ട. ഞാൻ എന്റെ സ്വത്ത് എന്റെ മകൾക്ക് സരിതയ്ക്ക് കൊടുത്തെന്നിരിക്കും. അച്ഛമ്മ കൊടുത്തോ? പക്ഷെ ഈ സ്വത്തിന്റെ നേരെ പകുതിയാണോ അതോ പകുതിയുടെ പകുതിയാണോ കൊടുക്കുന്നത്? എന്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തോളാം കേട്ടോ. ഓ, നീ നിന്റെ ജോലി നോക്കി പോവച്ചാ. ഓ, കൊച്ചിനെ പറഞ്ഞു വിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്നാ ഓക്കടെ വിചാരം. അല്ല അച്ഛമ്മ, ഈ സരിതപ്പച്ചയ്ക്ക് സ്വത്തിന്റെ ആവശ്യമുണ്ടോ? അച്ഛമ്മേനെ അമ്മയല്ലേ നോക്കുന്നത്?
അവൾ എന്നെ നോക്കുന്നോണ്ട് ഞാൻ അവൾക്ക് സരിതയ്ക്കൊന്നും കൊടുക്കണ്ടെന്നോ? അല്ല ഒന്നും കൊടുക്കണ്ടെന്നല്ല, ഇങ്ങനെ കാര്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. നീ എന്തിനാ ചോദിക്കാൻ വരുന്നത്? അച്ഛമ്മ കൊടുത്തോ? ഞാൻ ചോദിച്ചതാ, ഞാൻ ഒന്നും കൂടി ചോദിച്ചതാ. അങ്ങനെ ചോദിക്കണ്ട. എനിക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തോന്നുമ്പോ അതൊക്കെ ഞാൻ കൊടുത്തിരിക്കും. അച്ഛമ്മ കൊടുത്തോ? കൊടുക്കും. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. സുന്ദരി പോയി പിന്നെ സാധനം നോക്കി ഞാൻ എന്തെടുക്കുന്നെന്ന് അറിയാൻ വേണ്ടി നോക്കി വരുക. സരിതയ്ക്ക് കൊടുക്കും. ഇവളുമാരെന്നെ ചെയ്യുമെന്ന് അറിയണമല്ലോ. ഒരു കട്ടൻ ചായ വേണം. പഞ്ചസാരയുണ്ട്, ചായപ്പൊടിയുണ്ട്, വേണം കിട്ടു കുടിക്കാം. അതെന്താ നിനക്ക് ഇട്ട് തന്നാല്? ആ മോഹിനി അവിടെ വെറുതെ ഇരിക്കാൻ തോന്നുന്നു, ഡിവോഴ്സ് ആയിട്ട്. നമുക്ക് അവളെ വിളിച്ചാലോ കട്ടൻ ചായ ഉണ്ടാക്കാൻ? നീയല്ലേ എന്റെ ഭാര്യ, പിന്നെ ഞാൻ മോഹിനി എടുത്ത് കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞ കാര്യം എന്തുവാ? ആ ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ. എന്തേ ആ ബോധം വേണ്ടേ? അല്ല അതുണ്ടായിട്ടാണോ നിങ്ങൾ തോന്നിയാസം കാണിച്ചു വെച്ചത്? ഞാൻ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? അതിന് വല്ല സുപ്രീം കോടതി ശിക്ഷിച്ച് വല്ല ജയിലിലും പോകേണ്ട തെറ്റുമല്ലോ ചെയ്തോ ഞാൻ? ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് കിട്ടും. ഇനി ഒരു മാന്യതയോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കുറിച്ച് ഇല്ലവല്ലായ്മ പറയുന്നതിനെ നിനക്കാ ദൈവം ശിക്ഷ തരാൻ പോകും. മാന്യമായി ജീവിക്കുന്ന ആൾ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് ഒറ്റക്ക് നിൽക്കുമല്ലോ. നീ ഒരു ഈ കുരിപ്പ് വന്നോണ്ട് ഞാൻ നിർത്തുക, ഇല്ലെങ്കിൽ ഇതിന് ഉത്തരം ഞാൻ തന്നേനെ. എന്താടാ കുഴപ്പമില്ല. എന്തോ എന്നെ എടുക്കോ? നിങ്ങൾ മാറി നിന്നേ. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് സ്നേഹമില്ല. ആ മോഹിനിന്റെ മകനായിരുന്നെങ്കിൽ നിന്റെ അച്ഛനുണ്ടല്ലോ മോനെ, എടുക്ക മാത്രല്ല തലയിൽ വെച്ച് നടന്നേനെ. ആ മോഹിനിന്റെ മകനായിരുന്നെങ്കിൽ ഞാൻ തലയിലല്ല എടുത്ത് തലകുത്തി നിർത്തിയേനെ ഞാൻ. ഇനി എന്ത് ചെയ്യാനാ അച്ഛാ? ഇതിന്റെ വയറ്റില് ജനിച്ചു പോയില്ലേ, എന്റെ വിധി. പ്രായത്തിനൊത്ത വർത്താനം പറയുന്നത്. കൊച്ചിനെ ഇവിടെ ഉപദ്രവിക്കുന്നു. മാറിക്കേ, ഇവിടെ കയറിയിടാ. നിന്റെ ആ ഇതെന്തുവാടാ? ഉപ്പുയാക്കാണോടാ? എന്തിനു വെയിറ്റാടാ? മതി. നടുകൊഴിഞ്ഞടാ പോയെ, തീറ്റി കുറക്കേട്ടാ. അമ്മ ഒരു കപ്പ കഴുകി കഴിക്കണേ. ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ഞാൻ കഴിക്കാൻ പാടില്ല. കഴുകും കൂട്ടു. എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടാ, നീ ഉപ്പ് ചാക്കും. നീ എന്തൊന്നും പറയാഞ്ഞേ? പറയാൻ തോന്നിയില്ല. എന്താ എന്നെ കുറ്റം പറയാൻ വേണ്ടി എനിക്ക് നല്ല നാവുണ്ടല്ലോടാ, പറയട്ടെ? അതാ എന്റെ നാവ് എന്റെ ഇഷ്ടല്ലേ. അതിനെ കളഞ്ഞേ? എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ എനിക്കിത് പുഴുങ്ങിയാൻ വേണ്ടല്ലോ. വേറെ കാര്യം പറയാൻ, ഈ മോഹിനി ആന്റി ആരാ? ഒന്നുമില്ല, മക്കള് വിട്ടോ. ആവശ്യത്തിനുള്ള കാര്യം തിരക്കിയാ മതി കേട്ടാ. നീയേ പ്രായത്തിനൊത്ത ചോദ്യങ്ങളൊക്കെ മതി. വല്ല വേണേ മേടിച്ച് കഴിച്ചിട്ട് പോവാൻ നോക്കൂ. ചേച്ചി ആ പശുക്കുട്ടിനെ കാണാൻ എന്ത് രസമായിരുന്നല്ലേ? അതിന്റെ തുള്ളിക്കളിയൊക്കെ ഭയങ്കര രസം. മറ്റേ കിടുങ്ങാമണി ഉണ്ടല്ലോ കഴുത്തില്ലേ. പിന്നെ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചിയുടെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. നീ ചോദിച്ച കാര്യം ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കാം. അപ്പച്ചിക്ക് സ്വത്ത് കൊടുക്കുന്നതിൽ നിനക്ക് എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം, ഉള്ളത് പറയാലോ. നീ എന്താ മണ്ടിയാണോ? ഞാനല്ല മണ്ടി, ചേച്ചിയാ മണ്ടി. എടി, അച്ഛന്റെ സ്വത്ത് അപ്പച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പകുതി സ്വത്ത് അപ്പച്ചിക്ക് പോയില്ലേ? നീ എന്താ മണ്ടിയാണോ? എന്റെ ചേച്ചിയുടെ കണക്ക് കൂട്ടൽ മൊത്തം തെറ്റി. എന്റെ കണക്കൂട്ടലല്ല, നിന്റെ കണക്കൂട്ടലല്ല തെറ്റി. ചേച്ചി ഞാൻ പറയട്ടെ, അപ്പച്ചി അച്ഛമ്മയുടെ ആരാ? നീ പോയേ. ഞാൻ പറയണ കേക്ക്. അപ്പച്ചി അച്ഛമ്മയുടെ മോള്, അതുപോലെ തന്നെ നമ്മള് അച്ഛന്റെ പെമ്മക്കള്. അപ്പൊ അപ്പച്ചിക്ക് സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടൂ. നീ എന്തൊക്കെയാ പറയണേ? അപ്പച്ചി അച്ഛമ്മയുടെ മോള്, അച്ഛന്റെ മക്കള് നമ്മള്. പിന്നെന്താ നീ ഉദ്ദേശിച്ചേ? ചേച്ചി, അപ്പച്ചിക്ക് സ്വത്ത് കിട്ടിയില്ലെങ്കിൽ പെമ്മക്കളായ നമുക്ക് സ്വത്ത് കിട്ടത്തില്ല. അത് ശരിയാണല്ലോ. പക്ഷെ അച്ഛൻ നമുക്ക് സ്വത്ത് തന്നാലോ? എന്റെ പൊന്ന് ചേച്ചി, അച്ഛൻ തരുമോന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കും, എനിക്കാരും പേടിയില്ല. വരുന്നെങ്കി വാ.
എന്തോ ആടി എടാ എന്താണ് നീ ചാവാൻ പോവാണോ? നിന്റെ അച്ഛനാണ് ചാൻ പോന്നെ. ദേ എന്റെ അച്ഛനാണ് നിന്റെ അച്ഛനാണ് മറക്കരുത്. നിന്റെ അച്ഛനാണ് എന്റെ അച്ഛനെ മറക്കല്ലേ. വെരി പോയി പോടാ. കണ്ണും കണ്ടൂടെ? എന്തിനാടാ നിനക്ക് എന്തിന്റെ കേട്? നിങ്ങൾക്ക് അയൽക്കാരിയെ സഹായിക്കാൻ പറ്റാത്തതിന്റെ കേട്. ഞാൻ ഇന്നെ സഹായിക്കൂടി. ഇനി സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും, അത്ര തന്നെ. അതിനു മുമ്പ് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. എന്നെ ഡിവോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സൗകര്യമായല്ലോ. സൗകര്യമാവും, ശരിക്കും സൗകര്യം. അച്ഛാ എന്തോ നിങ്ങൾ എന്തിനാ എന്നോടുള്ള ദേഷ്യം മോളോട് തീർക്കുന്നേ? മാലോട് സ്നേഹമുള്ള ഒരു തള്ള. ഞാൻ എന്നാ പോണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ടാറ്റ. എന്റെ ചൊറിയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കല്ല ചൊറിച്ചല്, നിങ്ങൾക്ക് ആ മോഹിനീനെ സഹായിക്കാൻ പറ്റാത്തതിന്റെ ചൊറിച്ചലല്ലേ. അതെന്റെ പെരടിക്ക് തീർക്കരുത്. നിങ്ങളുടെ വഴക്ക് ഇതുവരെ തീർന്നില്ലടി പിള്ളേരെ. ഓ, അതിന് നിങ്ങളെ മകന്റെ സ്വഭാവം നന്നായാലല്ലേ അതൊക്കെ തീരല്. എന്താടാ പ്രകാശായി കേൾക്കുന്നേ? എന്ത് കേൾക്കുന്നു? ഞാൻ എന്ത് ചെയ്യുന്ന? നീ അവള് പറയുന്നതൊക്കെ അങ്ങോട്ട് അനുസരിക്കണം. ഇവളുടെ സാരിത്തുമ്പേ തൂങ്ങി നടക്കാനേ വേറെ വല്ലവരും നോക്കണം, എന്നെ കിട്ടുകയല്ലേ. ആ മോഹിനിയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലോണം പറ്റുന്നുണ്ടല്ലോ. ഞാൻ മോഹിനിയുടെ സാരിത്തുമ്പേ തൂങ്ങി നടക്കും, തുള്ളി നടക്കും. നിന്റെയൊക്കെ കൂടെ ജീവിക്കുന്നതിന് നല്ലത് ഞാൻ കെട്ടിത്തൂങ്ങുന്നതാ. അതന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിന് ഞാനും കെട്ടിത്തൂങ്ങി ചാകുന്നത് തന്നെയാ നല്ലത്. എന്തെങ്കിലും ചെയ്യടി. പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കാൻ ചങ്കൂറ്റം വേണം. ചുമ്മാ ബലിബലോന്ന് എന്നും പറയുമല്ലോ തൂങ്ങുമെന്ന്. ഞാൻ കാണിച്ചു തരാടി. അവനെ ഒന്ന് സൂക്ഷിച്ചേക്കണം നീ. അത് നിങ്ങൾ പറയാണ്ടെങ്കിൽ എനിക്കറിയാം, ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. നിങ്ങളതല്ലേ മോൻ. എൻ്റെ മോനൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലാണ്ടായിരിക്കും മോഹിനിന്റെ പുറകെ നടക്കുന്നത്. നിനക്ക് തോന്നുന്നാടി. തോന്നുന്നത് പിന്നെ എന്തിനാ ഞാനിത് പറയുമ്പോ ഇങ്ങനെ അടികൂടിയിട്ട് എണീച്ച് പോണ്ടത്? നിങ്ങൾ എന്തെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഒക്കുവോ? പിന്നെ ഞാനാണോ ഇവിടെ അടിയുണ്ടാക്കുന്നത്? ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമല്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ടാവുക. ഒന്ന് സമാധാനപ്പെടേണ്ട പുഷ്പ. നീ ഇങ്ങനെ ഒരു സ്വസ്ഥത തരില്ലല്ലോ ഈ കുടുംബത്ത്. എപ്പ നോക്കിയാലും നീ അടുക്കള ചെന്ന് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക. അതിനാ തന്നെ പെട്ടിച്ചു കൊണ്ടത്. ഓ, അപ്പൊ അതൊരു കുഴപ്പമായോ? പണിയായിരിക്കും നിങ്ങൾക്ക് എടുത്തൂടെ? എന്നെ പണിയെടുപ്പിക്കാനോ നിനക്ക്? എന്നാ പിന്നെ നിങ്ങളെ മോനെ വിളിച്ചിട്ട് ജയിക്ക്, അതാ നല്ലത്. വെറുതെ അല്ല അവൻ നിന്നെ. ഓ, വെറുതെ അല്ല അവനെ. ഓ, ഒന്നും പറഞ്ഞില്ല. അല്ല പറ, പൂരിപ്പിക്ക്. സൗകര്യമില്ല ഇപ്പൊ എനിക്ക്. ആ അതന്നെ. ചായ എടുത്ത് കുടിച്ചോ. നീ പറയണ്ട, എനിക്ക് കുടിക്കാറിയാം. ആരാടി ചായ ഇട്ട്? ഞാനല്ലാണ്ട് പിന്നെ ആരാ ഇടണ്ടേ? എനിക്ക് ചായ ഇട്ടേ. ഇവിടെ വേറെ ആൾ വന്നിട്ടിടാൻ വേണ്ടിട്ട്. ഞാൻ പോക്കോട്ടെ എന്നാ. അതാ നല്ലത്. മോനെ പോയിട്ട് പറഞ്ഞ് നന്നാക്ക്. എന്റെ കണ്ണിന്റെ മുന്നിൽ വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ പ്രതികരിക്കും. ഏതൊക്കെയാണോ അലക്കാത്തത്? ഇതാരുടെ ചെട്ടി? എടാ സഞ്ജു, നീ എന്തോ ജെട്ടിയുടെ ഓട്ടം നോക്കുവാണോ? ഓട്ടം നോക്കുവല്ലടി, ഈ ജെട്ടി ആരുടെയാന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നിന്റെ അല്ലേ? എന്റെ അല്ല, ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് അല്ലേ. ഇനി അവന്മാരുടെ വല്ല ആണോന്നൊരു സംശയം. ആ, നിന്റെ കൂട്ടുകാരന്മാരുടെ വല്ല ജെട്ടിയായിരിക്കും. അത് സാരല്ലടാ, നീ എടുത്തിട്ടോ, പുറത്താരും കാണത്തില്ലല്ലോ. തമാശ ആയിരിക്കും. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വന്നത്? ആ എടാ, അച്ഛനും അമ്മയും ഭയങ്കര വഴക്കടാ. അതിപ്പോ പുതുമയൊന്നുമല്ലോ, ഒന്നും അടിയല്ലേ. നീ ഇങ്ങോട്ട് നോക്കേ, നീ ഒന്ന് പോയി അവരെ ഉപദേശിച്ചേ. നീ വേഗം ഉപദേശിക്കടി, എനിക്കൊന്നും വയ്യ. എടാ, ഞാനോ ചേച്ചിയോ ഇന്നോ നാളെ ഇവിടുന്ന് പോവും. നീ മാത്രമായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ദേ, ഉപദേശിക്കാനുള്ള എല്ലാ അവകാശം നിനക്ക് മാത്രമുള്ള. ഉപദേശിക്കേണ്ട പ്രായം കഴിഞ്ഞവർക്ക്.
എടാ ഇപ്പൊ ഈ പ്രശ്നം മോളേലേന്ന് ഉള്ളിക്കോ, ഇല്ലെങ്കിൽ ഉള്ളതൊക്കെ നിന്റെ തല വന്നിരിക്കും. എന്നാ പോയി ഒന്ന് ഉപദേശിക്കാം അല്ലേ? പിന്നെ അല്ലാതെ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാ നീ കണ്ടോ, എന്റെ ഉപദേശം കേട്ട് അവർ രണ്ടും ഫ്ലാറ്റ് ആവും. പിന്നെ അവർ ഇണക്കുരുവികൾ. പോട്ടെ, ഫ്ലാറ്റ് ആക്ക്. ഇതൊന്ന് അലക്കാൻ ഇതും കൂടെ. നീ എന്താ ബാക്കി തപ്പുന്നേ? നീയല്ലേ പറഞ്ഞത് വാഷ് ചെയ്യണോന്ന്? അത് ഇത് വാഷ് ചെയ്താൽ മതി, ബാക്കി ഞാൻ കൊണ്ടു കൊടുത്തോളാം. എനിക്ക് തൊടാൻ വയ്യ, എന്തൊരു നാറ്റം, ഇവിടുന്നേ നാറ്റം അടിക്കുന്നു. നീ തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ, ഞാൻ തൊടത്തില്ല. എടുത്തിട്ട് ഇത് ഇനി മോൻ തന്നെ കൊണ്ടു. അല്ല കൊണ്ടുപോ, ബാഗ് ഞാൻ ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ, കൊണ്ടുപോ. പൊക്കോ, ബാഗ് ഞാൻ വെച്ചിട്ടേ വരാം. ഞാൻ പൊക്കോളാം. നീ ആദ്യം പോയി ഉപദേശിക്ക്, ഞാൻ കൊണ്ടേ വെച്ചോളാം. ആ ഓക്കെ. ആ നീ മുന്നേ പൊക്കോ. ഞാൻ പിന്നെ വന്നോളാം. പൊക്കോ. നീ മുന്നേ പോടി. നീ പൊക്കോ, ഞാൻ ഉപദേശിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ പോ. നീ ഇവിടെ ഇരുന്ന് ഉപദേശിക്കോ? പോയി ഉപദേശിക്കടാ. ഞാൻ ഈ ബാഗ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ, ഞാൻ ഒന്ന് വെക്കട്ടെ. നീ പോ. ഓടാ. അത് ആ ഷർട്ട് ഒത്തിരി അമക്കി അലക്കല്ലേ കേട്ടാ, പറയാം.